പ്രദേശം തയ്യാറായിരിക്കുന്നത്. വരുന്ന 1-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നവചണ്ഡികാ മഹായജ്ഞവും അതിനോടനുബന്ധിച്ച് വളരെ ശ്രേഷ്ഠകരമായ പൂജാതി പൂർണ്ണ ഗംഗാ ആരതിയാണ്. ആരതി ഇന്ന് ഭാരതത്തിലെന്നല്ല ലോകത്തെമ്പാടും വളരെയധികം പ്രചാരവും പ്രാധാന്യവും സിദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ മലയെയും പർവ്വതങ്ങളെയും നദിയെയും പക്ഷികളെയും മൃഗങ്ങളെയും എന്നുവേണ്ട ചന്ദ്രനെയും സൂര്യനെയും തുടങ്ങി സമസ്ത ഭൂതങ്ങളെയും ചരാചരങ്ങളെയും പൂജിക്കുന്ന ഒരു പാരമ്പര്യമാണുള്ളത്. ഈ ലോകത്തെ ആകമാനം ഒരു കുടുംബമായി ദർശിച്ച ആ പാരമ്പര്യത്തിൽ ജലത്തിനും അഗ്നിക്കും വായുവിനും ആകാശത്തിനും ഭൂമിക്കും എല്ലാം ദേവതയുടെ സ്ഥാനങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് അതിനെയൊക്കെ പൂജിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും ആരോഗ്യവും അതുപോലെ തന്നെ സ്വസ്ഥതയും കൈവരുവാനുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് ക്രമപ്പെടുത്തി തന്നിരിക്കുന്നത്. ഗംഗാനദിയെ ഈ പ്രദേശത്തേക്ക് ഇവിടേക്ക് ഈ പൂർണ്ണയിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ ഗംഗാമാതാവിനെ പൂജിക്കുന്ന ഒരു മഹാസങ്കല്പമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെയൊക്കെ ജീവൻ തന്നെയാണ് ഗംഗ, നമ്മുടെ ദേവി തന്നെയാണ് ഗംഗ. സാക്ഷാൽ ഭഗവാന്റെ ശിരസിൽ സ്ഥിതി ചെയ്യുന്ന ആ മഹാശക്തിയാണ് ഗംഗ, ആ മഹാ അമൃതവർഷിണിയാണ് ഗംഗ. ആ ഗംഗ തന്നെയാണ് ഈ പൂർണ്ണയിൽ ഇപ്പോൾ കുടികൊള്ളുന്നത്, വിലയം പ്രാപിച്ചിരിക്കുന്നത്. ആ മഹാസങ്കല്പത്തെ ഈ നദിയിലേക്ക് ഈ പ്രദേശത്തേക്ക് ആവാഹിച്ചുകൊണ്ട് അതിനെ ഒരു മഹാശക്തി വിശേഷമായി സങ്കല്പിച്ചുകൊണ്ട് സമൂർത്ത ഭാവത്തിലും सदगति है पाता। ओम जय गंगे माता।
तुम्हारी जो जन नित गाता दास वही सहज में भक्त वही सहज में मुक्ति को पाता जय गंगे माता मैया जय गंगे माता जो नर तुमको ध्याता जो नर मैया जी को ध्याता मन वांछित फल पाता ओम जय गंगे माता मैया जय गंगे माता जो नर तुमको ध्याता जो नर मैया जी को ध्याता मन वांछित फल पाता ओम जय गंगे माता ओम जय गंगे माता ओम जय गंगे शरण पड़े जो तेरे शरण पड़े जो तेरे सोनर कर जाता ओम जय गंगे माता पुत्र सगर के तारे सब जग को ज्ञाता मैया सब जग को ज्ञाता कृपा दृष्टि तुम्हारी दया दृष्टि तुम्हारी